എൻ്റെ കയ്യിലൊരു ഐഫോൺ ഉണ്ട്. നൗ ഐ ബീൻ യൂസിങ് ഐഫോൺ സിൻസ് 2017. 2017 ഞാൻ ഒരു US ട്രിപ്പ് നടത്തിയിരുന്നു. സിയാറ്റിൽ, ലാസ് വേഗസ് എന്നൊക്കെ പറഞ്ഞ സ്ഥലത്ത്. അപ്പോൾ അവിടെ പോയപ്പോൾ ആണ് ആദ്യമായിട്ട് ഞാൻ ഒരു ഐഫോൺ വാങ്ങുന്നത്. അപ്പോൾ അതിനുശേഷം ഇന്നേ വരെ ഞാൻ ഉപയോഗിച്ച ഒരു പ്രോഡക്റ്റാണ് ഐഫോൺ. അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, ഇപ്പോൾ ഈ ഓരോ വർഷം കഴിയുന്നതും ഈ ഇക്കോ സിസ്റ്റത്തിലേക്ക് നമ്മൾ കൂടുതൽ ഇൻറ്റിഗ്രേറ്റ് ആവുകയാണ്. അതിൽ നിന്ന് മാറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ പണിയുള്ള സംഭവമാണ്. മാത്രമല്ല, നമ്മുടെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ഉള്ള കൂടുതൽ ടൂൾസ് ഉള്ളത് ഈ ഐഫോണിലാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് പലപ്പോഴും ഐഫോൺ ഉപയോഗിച്ചേ പറ്റത്തുള്ളൂ. എനിവേസ്, നൗ ദ പോയിന്റ് ഈസ്, ഞാനിത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഐഫോൺ കൈ വെച്ചിട്ട് നമ്മൾ ക്യാപിറ്റലിസത്തെ വിമർശിക്കുമ്പോൾ വരുന്നൊരു പ്രധാനപ്പെട്ട ഒരു ആർഗ്യുമെൻ്റാണ് ഈ നിങ്ങൾ കയ്യിൽ ഐഫോൺ ഉണ്ട്, ക്യാപിറ്റലിസം ആണ് ഐഫോൺ സൃഷ്ടിച്ചത്, ക്യാപിറ്റലിസം ഇല്ലായിരുന്നെങ്കിൽ ഐഫോൺ ഉണ്ടാവുകയില്ലായിരുന്നു, അല്ലെങ്കിൽ ഐഫോണിൽ നിങ്ങൾ ഈ കാണുന്ന ഇന്നോവേഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് റിസൾട്ട് ഓഫ് ക്യാപിറ്റലിസം. ഈ ഒരു വാദം നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും. പക്ഷേ ഇത് വസ്തുതയാണോ എന്ന ഒരു പരിശോധനയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ചെയ്യാൻ ശ്രമിക്കുന്നത്. എല്ലാവർക്കും പ്രൊഡക്റ്റീവയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പം നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, 2005 സ്റ്റീവ് ജോബ്സ് സ്റ്റാൻഫോർഡിൽ നടത്തിയ ഒരു ഫേമസ് സ്പീച്ചിലൊരു ഭാഗമാണ് സ്റ്റേ ഹംഗ്രി സ്റ്റേ ഫൂളിഷ്. അതായത് നിങ്ങൾ ഇന്നോവേഷന് വേണ്ടിയിട്ടും നിങ്ങൾ ക്രേസി ഐഡിയാസിന് വേണ്ടിയിട്ടും നിലനിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സക്സസ് ഉണ്ടാകും എന്ന് പറയുന്ന ഈ ഒരു മന്ത്ര അന്നത്തെ ഒരുപാട് യങ് ഓൺടർപ്രണേഴ്സിനും ഒരുപാട് യൂത്തിനൊക്കെ അത് ഭയങ്കരമായിട്ട് ഇൻസ്പിറേഷനായിട്ടുള്ളൊരു കോട്ടായിരുന്നു, സ്റ്റേ ഹംഗ്രി സ്റ്റേ ഫൂളിഷ്. പക്ഷേ ഈ ഒരു നറേറ്റീവിൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സംഹൗ ഇറ്റ് പെയിൻറ്റഡ് എ പിക്ചർ ദാറ്റ് സ്റ്റീവ് ജോബ്സിൻ്റെ എന്തോ ബ്രില്യൻസ് കാരണമാണ് ഈ നിങ്ങൾ ഇന്ന് കാണുന്ന ഐഫോൺ എന്ന് പറയുന്ന ഈ ഒരു പ്രൊഡക്റ്റ് ഉണ്ടായി വന്നിട്ടുള്ളത് എന്ന ഒരു രീതിയിലുള്ളൊരു നറേറ്റീവ് അത് സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ ക്യാപിറ്റലിസ്റ്റ് ഇന്നോവേഷൻസ് ആണ് വാട്ട് യു സീ ഇൻ ഐഫോൺ എന്ന് പറയുന്നത്. ഇത് സത്യമാണോ എന്നൊരു കാര്യം ആരും അങ്ങനെ പരിശോധിക്കാറില്ല. ഐഫോണിനെ ഐഫോൺ ആക്കുന്നത് എന്താണ്? ഐഫോണിനെ ഐഫോൺ ആക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഐഫോണിൻ്റെ കമ്പോണൻസ് ആണ്. ബേസിക്കലി ആ കമ്പോണൻസിൻ്റെ റെവല്യൂഷണറി ആയിട്ടുള്ള ഫീച്ചേഴ്സാണ് ഐഫോണിനെ ഈ റെവല്യൂഷണറി ആക്കുന്നത്. അപ്പോൾ എന്താണ് ഐഫോണിൻ്റെ ആ ഒരു റെവല്യൂഷണറി കമ്പോണൻസ് നമ്മളൊന്ന് നോക്കാം. ആദ്യമായിട്ട് ഐഫോണിനെ ഐഫോൺ ആക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബേസിക്കലി ഹാർഡ് ഡിസ്ക് ഡ്രൈവ്സ് ആണ്. ഡേറ്റ ഇത്ര അധികം നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഡിവൈസ് അല്ലെങ്കിൽ ഒരു ടെക്നോളജി എന്ന് പറയുന്നത്. അപ്പോൾ അത് വന്നത് എങ്ങനെയാണ്? ആദ്യമായിട്ട് നമ്മൾ അറിയേണ്ട ഒരു വാക്കാണ് ജയൻറ്റ് മാഗ്നറ്റോ റെസിസ്റ്റൻസ്. ജയൻറ്റ് മാഗ്നറ്റോ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഒരു ക്വാണ്ടം മെക്കാനിക്കൽ ലെവൽ ഒരു ഫിനോമിനാണ്. ഇതിനെ ഡെവലപ്പ് ചെയ്തിട്ടുള്ള 2 യൂറോപ്യൻ സയൻറ്റിസ്റ്റ് ആണ്, ആൽബർട്ട് ഫെർട്ട് ആൻഡ് പീറ്റർ ഗ്രൂൻബെർഗ്. ഈ 2 പേരും വർക്ക് ചെയ്തിട്ടുള്ളത് പബ്ലിക്ലി ഫണ്ടഡ് ആയിട്ടുള്ള ലാബുകളിലും റിസർച്ച് സെൻറ്റേഴ്സിലുമാണ് ഇവർ ഈ ടെക്നോളജി ഡെവലപ്പ് ചെയ്യുന്നത്. അതിന് ഇവർക്ക് 2007 നോബൽ സമ്മാനവും കിട്ടിയായിരുന്നു. സർപ്രൈസിംഗ്ലി അന്ന് 2007 തന്നെ ഈ നോബൽ സമ്മാനം കൊടുക്കുന്ന സമയത്ത് തന്നെ അവിടെ അതിൽ പങ്കെടുത്ത ഒരു വ്യക്തി ക്ലിയർ ആയിട്ട് പറഞ്ഞിരുന്നു, ഈ 2 വ്യക്തികൾ നടത്തിയ ഈ ഒരു ഡിസ്കവറി കാരണമാണ് ഇന്ന് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഐപോഡുകൾ, കാരണം അന്ന് ഐപോഡാണ്, അന്ന് ഐഫോൺ വന്നിട്ടില്ല, നിങ്ങളുടെ കയ്യിലുള്ള ഐപോഡുകൾ സാധ്യമായത് ഈ ഒരു റിസർച്ച് കാരണമാണ് എന്ന്. ഇവർ യൂറോപ്യൻ സയൻറ്റിസ്റ്റ് ആയിരുന്നെങ്കിലും പീറ്റർ ഗ്രൂൻബെർഗിൻ്റെ ഈ ഒരു റിസർച്ചിന് US സർക്കാരും ഫണ്ട് ചെയ്തിട്ടുണ്ട്. US സർക്കാരിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എനർജിയുടെ റിസർച്ച് ലാബ് ആയിരുന്നു ഈ പീറ്റർ ഗ്രൂൻബെർഗ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എനർജിയുടെ നിന്ന് നല്ല രീതിയിലുള്ള ഒരു ഫണ്ടിങ്ങും സപ്പോർട്ടും ഒക്കെ ഈ ലാബിന് എല്ലാ സമയത്തും കിട്ടിയിട്ടുണ്ട്, തക്കതായ സമയത്ത് കിട്ടിയിട്ടുണ്ട്. അതായത് പൊതുമുതൽ ആണ് റിസർച്ചിന് വേണ്ടി ഇൻവെസ്റ്റ് ആയിരിക്കുന്നത്. ഈ ടെക്നോളജിയാണ് പിന്നെ IBMഉം സീഗേറ്റും പോലുള്ള കമ്പനികൾ അക്വയർ ചെയ്ത് കമേഴ്ഷ്യലൈസ് ചെയ്യാൻ തുടങ്ങിയത്. ഈ ഒരു ടൈമിൽ പാരലൽ നടന്ന വേറൊരു പ്രതിഭാസം കൂടായിരുന്നു. അമേരിക്കയിലെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഡിഫൻസ് യുദ്ധകാലത്തിന് ശേഷം, അതായത് ഈ കോൾഡ് വാർ ഇറയൊക്കെ ഏതാണ്ട് അവസാനിക്കുന്ന ആ ടൈമിൽ അവർ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന എല്ലാ ടെക്നോളജിയും കമേഴ്ഷ്യലൈസ് ചെയ്യുക, അവർ കണ്ടുപിടിച്ച ഓരോ റിസർച്ച് അതിന് മാർക്കറ്റ് ഉണ്ടാക്കുക, അതായത് ബേസിക്കലി മാർക്കറ്റ് സൃഷ്ടിക്കുക. ക്യാപിറ്റലിസ്റ്റുകൾ വന്ന് മാർക്കറ്റ് സൃഷ്ടിക്കില്ല, സർക്കാർ അവരുടെ തന്നെ ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് അവർ തന്നെ കണ്ടുപിടിച്ചിട്ടുള്ള ഈ ഇന്നോവേഷൻസ് മിലിറ്ററിക്ക് വേണ്ടിയിട്ടും സിവിലിയൻസിന് വേണ്ടിയിട്ടും ആക്സസബിൾ ആക്കുന്ന രീതിയിലുള്ള മാർക്കറ്റുകൾ സൃഷ്ടിക്കുക എന്ന ഒരു ഇൻറ്റൻഷണൽ ആയിട്ടുള്ള ഒരു ഇനിഷ്യേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഡിഫൻസ് ആ കാലത്ത് ചെയ്യുന്നുണ്ട്. അവരതിനെ വിളിച്ചിരുന്നത് ടെക്നോളജി റീഇൻവെസ്റ്റ്മെൻറ്റ് പ്രോഗ്രാമായിരുന്നു. അതിനുവേണ്ടി ഏതാണ്ട് $800 ബില്യൺ അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ പ്രധാന കാരണം, അങ്ങനെ ചെയ്യാനുള്ളൊരു പ്രധാന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മിലിറ്ററിക്ക് വേണ്ടിയിട്ടും സിവിലിയൻസിന് വേണ്ടിയിട്ടും ഇപ്പം തന്നെ കണ്ടുപിടിച്ച ടെക്നോളജികൾ വൈഡ്ലി നമ്മൾ കമേഴ്ഷ്യലൈസ് ചെയ്യുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ സെമി കണ്ടക്ടർ ഡിവൈസുകൾ ഉണ്ടാക്കേണ്ടി വരും. പക്ഷേ അന്നത്തെ സമയത്ത്, ആ കാലഘട്ടത്തിൽ ജപ്പാനായിരുന്നു ഏറ്റവും കൂടുതൽ
സെമി കണ്ടക്ടർ ഡിവൈസുകൾ ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ ജപ്പാൻ പോലുള്ള രാജ്യങ്ങളിൽ നമ്മൾ ഡിപ്പെൻഡ് ആവും, പ്രത്യേകിച്ച് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഡിഫൻസ് പോലുള്ള അല്ലെങ്കിൽ സെക്യൂരിറ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന സെക്ടേഴ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ജപ്പാൻ പോലുള്ള രാജ്യങ്ങൾ ഡിപ്പെൻഡ് ആവാതിരിക്കാൻ വേണ്ടി തനത് ലോക്കലായിട്ട് തന്നെ നമ്മൾ ഇത്തരം ടെക്നോളജീസ് ഉണ്ടാക്കിയെടുക്കണം എന്ന ബോധ്യത്തോടു കൂടി സർക്കാർ പൊതു ഫണ്ട് ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്ത് വെച്ച ഒരു ഇക്കോസിസ്റ്റത്തിൻ്റെ ഫലമായിരുന്നു ഈ കാണുന്ന അമേരിക്കയിലുണ്ടായിരുന്ന ആ ഒരു മൈക്രോ ഹാർഡ് ഡ്രൈവ് എന്ന് പറയുന്ന ഈ ഒരു ടെക്നോളജിയുടെ ഒരു ഡെവലപ്മെൻറ്റ്. ഇതെല്ലാം നടക്കുന്നത് 1990 കാലഘട്ടത്തിലാണ് എന്ന് ഓർക്കണം. ഐഫോണൊക്കെ വരുന്നതിനും 20 കൊല്ലം മുമ്പ് നടക്കുന്ന കാര്യങ്ങളാണ്. ഐഫോൺ ആക്കുന്ന അടുത്ത ടെക്നോളജി എന്ന് പറയുന്നത് ചിപ്പ് സെറ്റാണ്. അതാണ് ഇന്ന് നമ്മൾ കാണുന്ന ഫോണിൻ്റെ CPU-യും GPU-യും ഒക്കെ ആയി മാറുന്നത്. പക്ഷേ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ഒരു പ്രശ്നം ഇതിനുമുണ്ട്. ഇതിലും ആ സമയത്ത് വമ്പന്മാർ എന്ന് പറയുന്നത് ജപ്പാനാണ്. ഇത്തരം ടെക്നോളജികളിൽ തനതായിട്ടുള്ള ഒരു കൺട്രോളോ ഇന്നോവേഷനോ ഒന്നും അന്ന് അമേരിക്കയുടെ ഇല്ലായിരുന്നു. ലോക്കലായിട്ട് തന്നെ ഈ റിസർച്ചും ഈ ടെക്നോളജിയും ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി പബ്ലിക്ലി ഫണ്ടഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റീസിലെ റിസർച്ചേഴ്സിനെ ഈ സർക്കാർ ഏജൻസികൾ കൊണ്ടുവരികയും ലോക്കലായിട്ടുള്ള ചെറുകിട മാനുഫാക്ചേഴ്സുമായിട്ട് കണക്ട് ചെയ്യുകയും അതിനുവേണ്ടി ഒരു കൺസോർട്ടിയം ഉണ്ടാക്കുകയും ചെയ്തു. കൺസോർട്ടിയത്തിൻ്റെ പേരായിരുന്നു സെമാടെക് കൺസോർട്ടിയം. ബേസിക്കലി സെമി കണ്ടക്ടർ മാനുഫാക്ചറിങ് ടെക്നോളജിയുടെ ഒരു ഷോർട്ട് ഫോം ആയിട്ടായിരുന്നു സെമാടെക്. ഈ സെമാടെക് എന്ന് പറയുന്ന കൺസോർട്ടിയത്തിന് വീണ്ടും ഈ സർക്കാർ ജപ്പാനെ തോൽപ്പിക്കാൻ വേണ്ടി ഹെവിലി ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, ഹെവിലി സബ്സിഡൈസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ വീണ്ടും പൊതു മുതൽ നല്ല രീതിയിൽ ഇവിടെ പമ്പ് ചെയ്ത് ഈ റിസർച്ചേഴ്സിനെ കൊണ്ട് പുതിയ ടെക്നോളജികളിലും നോളജിലും റിസർച്ച് നടത്തി ഷെയറിങ് നടത്തിയാണ് നിങ്ങൾ ഇന്ന് കാണുന്ന ആ ഒരു ഇൻറ്റിഗ്രേറ്റഡ് സർക്യൂട്ട് സിസ്റ്റം അമേരിക്ക ബിൽഡ് ചെയ്തെടുക്കുന്നത്. സെമാടെക്കിൻ്റെ R&Dക്ക് വേണ്ടി ഓരോ വർഷവും $100 മില്യൺ അമേരിക്കൻ സർക്കാർ സബ്സിഡൈസ് ചെയ്ത് കൊടുത്തിരുന്നു. നമ്മൾ കാണുന്ന ഐഫോണിൻ്റെ അടുത്ത ഒരു ഇമ്പോർട്ടൻറ്റ് ടെക്നോളജി എന്ന് പറയുന്നത് എന്താണ്? ടച്ച് സ്ക്രീനുകളാണ്. അല്ലേ, ടച്ച് സ്ക്രീനുകളാണ് നമ്മൾ കാണുന്ന ഒരു റെവല്യൂഷണറി തോട്ട് എന്ന് പറയുന്നത്. പക്ഷേ ടച്ച് സ്ക്രീനുകൾ ആദ്യമായിട്ട് ഉണ്ടാക്കിയ ആരാണ്? ആപ്പിളാണോ? അല്ല. കപ്പാസിറ്റീവ് ടച്ച് സ്ക്രീൻസ് ആദ്യമായിട്ട് ഉണ്ടാക്കുന്നത് E.A. ജോൺസൺ ആണ്. അദ്ദേഹം വരുന്നെങ്കിൽ ഒരു ബ്രിട്ടീഷ് പബ്ലിക്ലി ഫണ്ടഡ് റിസർച്ച് ഏജൻസിയിൽ ഭാഗമായിരിക്കുമ്പോഴാണ് ഇത് കണ്ടുപിടിക്കുന്നത്. അതിനുശേഷം ഈ ടച്ച് സ്ക്രീനിൽ വരുന്ന അടുത്ത ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് റെസിസ്റ്റീവ് ടച്ച് സ്ക്രീൻസ് ആയിരുന്നു. ഈ റെസിസ്റ്റീവ് ടച്ച് സ്ക്രീൻസ് ഉണ്ടാക്കുന്നത് ആരാണ്? സാമുവൽ ഹേഴ്സ്റ്റ് എന്ന് പറയുന്ന ഒരു റിസർച്ചറാണ്. ആ പുള്ളിയാണെങ്കിൽ ഓക്ക് റിച്ച് നാഷണൽ ലബോറട്ടറിയിലായിരുന്നു ആദ്യം അദ്ദേഹത്തിൻ്റെ റിസർച്ച് നടത്തിക്കൊണ്ടിരുന്നത്, എഗെയിൻ പബ്ലിക്ലി ഫണ്ടഡ്. അവിടെ നടത്തിയ റിസർച്ചിൻ്റെ ബാക്കി ഭാഗം അദ്ദേഹം കംപ്ലീറ്റ് ചെയ്യുന്നത് യൂണിവേഴ്സിറ്റി ഓഫ് കെൻടക്കി എന്ന് പറയുന്ന ഒരു യൂണിവേഴ്സിറ്റിയിലാണ്. ഈ റെസിസ്റ്റീവ് ടച്ച് കഴിഞ്ഞതിന് ശേഷം വന്ന അടുത്ത ഒരു ഇന്നോവേഷൻ ആയിരുന്നു മൾട്ടി ടച്ച് സ്ക്രീൻ. അത് നമുക്ക് ഇന്ന് നമ്മുടെ ടാബുകളിലും സ്ക്രീൻ ഫോണിലും കാണാമല്ലോ. നമ്മൾ 2 വിരലും 3 വിരലും ഒക്കെ വെച്ച് ടച്ച് ചെയ്താലും എല്ലാം അതവിടെ ചെയ്യും. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടായിരിക്കും, പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ സിംഗിൾ ടച്ച് ഫോണുകളായിരുന്നു. പണ്ടത്തെ കാലത്ത് ആദ്യകാല ടച്ച് ഫോണുകൾ വെച്ചാൽ സിംഗിൾ ടച്ച് ആയിരുന്നു. അപ്പോൾ ഇതിൻ്റെ പുറത്ത് വന്ന അടുത്ത ഇന്നോവേഷൻ ആയിരുന്നു മൾട്ടി ടച്ച് സ്ക്രീൻസ്. യൂണിവേഴ്സിറ്റി ഓഫ് ഡെലവെയറിലാണ് ഈ മൾട്ടി ടച്ച് സ്ക്രീൻസ് ഉണ്ടാക്കുന്നത്. അത് കണ്ടുപിടിച്ച ആളുകൾ എന്ന് പറഞ്ഞാൽ വെയ്ൻ വെസ്റ്റർമാൻ ആൻഡ് ജോൺ എലിയാസ് എന്ന് പറയുന്ന 2 പേരാണ് ഈ യൂണിവേഴ്സിറ്റി ഓഫ് ഡെലവെയറിൽ ഈ ഒരു മൾട്ടി ടച്ച് സ്ക്രീൻ ടെക്നോളജി കണ്ടുപിടിക്കുന്നത്. യൂണിവേഴ്സിറ്റി ഓഫ് ഡെലവെയർ എന്താണ്? എഗെയിൻ പബ്ലിക്ലി ഫണ്ടഡ് യൂണിവേഴ്സിറ്റിയാണ്, ക്യാപിറ്റലിസ്റ്റ് അല്ല. അതായത് അപ്പോൾ ഈ പബ്ലിക്ലി ഫണ്ടഡ് യൂണിവേഴ്സിറ്റിയിൽ റിസർച്ച് ചെയ്ത ഈ ആളുകൾ, വെയ്ൻ വെസ്റ്റർമാനെ പോലുള്ള ആളുകൾ പഠിച്ചിറങ്ങിയതിന് ശേഷം ഈ ഒരു സംഭവം, അവർ കണ്ടെത്തിയ ഈ ഒരു സംഭവം ഒരു കമ്പനിയായിട്ട് അവർ രജിസ്റ്റർ ചെയ്യുന്നുണ്ട്, ഫിംഗർ വർക്ക്സ് എന്ന് പറയുന്ന ഒരു കമ്പനിയായിട്ട്. ആ ഫിംഗർ വർക്ക്സ് എന്നുള്ള കമ്പനിയാണ് പിന്നെ ഇവർ കണ്ടുപിടിച്ച് റിസർച്ച് ഒരു പ്രൊഡക്റ്റാക്കി മാറ്റുന്നത്, ഒരു നംപാഡ് മാതിരിയാക്കി മാറ്റുന്ന, ആളുകൾക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള. അവരന്ന് അവരുടെ പ്രൊഡക്റ്റിന് കൊടുത്ത പേര് iGester നംപാഡ് എന്നായിരുന്നു. ഈ ഫിംഗർ വർക്ക്സ് എന്നുള്ള കമ്പനി ആപ്പിൾ അക്വയർ ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ റിസർച്ചും ഇന്നോവേഷനും ഒക്കെ നടന്ന എവിടെയാണെന്ന് നമുക്ക് മനസ്സിലായല്ലോ. ഇത് പ്രൈവറ്റ് എവിടെയല്ല നടന്നത്, പബ്ലിക്ലി ഫണ്ടഡ് യൂണിവേഴ്സിറ്റീസിലാണ് ഇത് നടന്നത്. അതിനൊരു ചരിത്രമുണ്ട്. ആദ്യം അത് കപ്പാസിറ്റീവ് ടച്ച് സ്ക്രീൻ ആവുന്നു, റെസിസ്റ്റീവ് ടച്ച്, അതിനുശേഷം മൾട്ടി ടച്ച്, എന്നിട്ട് ആ മൾട്ടി ടച്ചിൻ്റെ റിസർച്ചേഴ്സ് പബ്ലിക്ലി ഫണ്ടഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മാറി ഒരു കമ്പനി തുടങ്ങുന്നു. ആ കമ്പനിയെ ആപ്പിൾ അക്വയർ ചെയ്യുന്നു. അങ്ങനെയാണ് നിങ്ങൾക്ക് ഈ മൾട്ടി ടച്ച് സംഭവങ്ങൾ ആപ്പിളിലേക്ക് ഇൻറ്റിഗ്രേറ്റ് ആവുന്നത്. നമുക്കറിയാം 2005 ഇവർ ഇത് അക്വയർ ചെയ്തിട്ട് 2007 ഫസ്റ്റ് ഐഫോൺ ലോഞ്ച് ആവുന്നത്. ഇപ്പോഴും ഈ ഫസ്റ്റ് ഐഫോണിൻ്റെ ലോഞ്ചിന് എല്ലാവരും പറയുന്നത് ഭയങ്കര ഇന്നോവേഷൻ ആപ്പിൾ നടത്തിയെന്നാണ്. പക്ഷേ ഈ 2007 2 വർഷം മുമ്പ് തന്നെ ഈ മൾട്ടി ടച്ച് സ്ക്രീനിൻ്റെ ടെക്നോളജി ഉള്ള കമ്പനി ഇവർ ഹയർ ചെയ്തിരുന്നു. ഇനി ഐഫോണിനെ നമുക്ക് വേണമെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് സെപ്പറേറ്റ് അല്ലെങ്കിൽ ഐഫോൺ ആക്കുന്ന ഒരു ടെക്നോളജി എന്താണ്? GPS അല്ലേ? GPS ടെക്നോളജിയാണ്. GPS ടെക്നോളജി എവിടെ നിന്നാണ് വന്നത്? ഐഫോൺ കണ്ടുപിടിച്ചാണോ? അത് അമേരിക്കയുടെ തന്നെ മിലിറ്ററി ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ അമേരിക്കയുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഡിഫൻസിന് അവരുടെ മിലിറ്ററി കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടി അവരാദ്യമായിട്ട് ഉണ്ടാക്കിയ ഒരു സിസ്റ്റമായിരുന്നു GPS സിസ്റ്റം എന്ന് പറയുന്നത്. ഒരു യുദ്ധ സമയത്ത്
ഈ ഒരു ടെറിട്ടറിയിലുള്ള പല ഏരിയയിലുള്ള ആർമികളെ കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടി അവർക്കൊരു ടെക്നോളജി വേണമായിരുന്നു. 1970കളുടെ തുടക്കത്തിലാണ് ഈ ടെക്നോളജി അവർ തുടങ്ങുന്നത്. അന്ന് ഇത് പബ്ലിക്കിന് തുറന്നു കൊടുത്തിട്ടില്ലായിരുന്നു. അന്നത് ജസ്റ്റ് മിലിറ്ററി സ്പെസിഫിക് യൂസ് കേസ് ആയിട്ട് മാത്രമായിരുന്നു വയ്ക്കാനായിരുന്നു ഇവരുടെ പ്ലാൻ. ഇതിനു വേണ്ടിയുള്ള ടെക്നോളജി ഉണ്ടാക്കിയതും ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കിയതും ഈ സാറ്റലൈറ്റ് കോൺസ്റ്റലേഷൻ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഒരു കോൺസ്റ്റലേഷൻ ഓഫ് സാറ്റലൈറ്റ്സ് ഉണ്ടാക്കുകയും എല്ലാത്തിനും ഫണ്ട് ചെയ്തതും ഇൻവെസ്റ്റ് ചെയ്തതുമെല്ലാം അമേരിക്കൻ സർക്കാരാണ് പൊതുമുതലിൽ നിന്ന്. അത് ആണ് ഇന്ന് നിങ്ങൾക്ക് ഒരു സ്മാർട്ട് ഫോണിലിരുന്ന് ഉപയോഗിച്ചുകൊണ്ട് എനിക്ക് അടുത്തുള്ള റെസ്റ്റോറൻറ്റ് ഇതാണെന്നുള്ള സംഭവം. അത് അമേരിക്ക ആദ്യം മിലിറ്ററിക്ക് മാത്രമാണെങ്കിൽ കുറച്ച് കാലങ്ങൾ കഴിഞ്ഞിട്ട് അത് പബ്ലിക്കിന് വേണ്ടി തുറന്നു കൊടുക്കുന്ന ഒരു രീതിയിലേക്ക് മാറുകയായിരുന്നു. ഇന്നും US എയർഫോഴ്സാണ് ഈ ഒരു GPS സിസ്റ്റത്തിന് ഏറ്റവും കൂടുതൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. GPS മാത്രമല്ല, നിങ്ങളുടെ കയ്യിൽ ഐഫോൺ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഹേ സിരി എന്ന് ചോദിക്കാറുണ്ടല്ലോ. അപ്പോൾ സിരി എന്ന് പറഞ്ഞ ടെക്നോളജിയാണ് ഐഫോണിൻ്റെ മറ്റൊരു ഡിഫൈനിങ് ഫാക്ടറായിട്ട്. അതായത് ഒരു AI ഡ്രിവൺ വെർച്വൽ പേഴ്സണൽ അസിസ്റ്റൻറ്റ് എന്ന് പറയുന്ന ഒരു ടെക്നോളജി. ഇത് ഐഫോൺ സ്വന്തമായിട്ട് ഉണ്ടാക്കിയതാണ്. 2000ൻ്റെ തുടക്കത്തിൽ ഡാർപ്പ എന്ന് പറയുന്ന പബ്ലിക്ലി ഫണ്ടഡ് ആയിട്ടുള്ള ആ ഒരു എൻറ്റിറ്റി മിലിറ്ററി പേഴ്സണൽസിനെ വോയിസ് ബേസ്ഡ് അസിസ്റ്റൻസ് ഉണ്ടാക്കാൻ വേണ്ടി ഒരു ടൂൾ ഉണ്ടാക്കണം, ഒരു ടെക്നോളജി ഉണ്ടാക്കണം എന്ന് പറഞ്ഞ് ഒരു പ്ലാൻ ഉണ്ടാക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ട് സ്റ്റാൻഫോർഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിനെ ഇതിനു വേണ്ടി ഹയർ ചെയ്യുന്നു. അന്ന് അവർ ആ പ്രൊജക്റ്റിന് കൊടുത്ത പേര് കാലോ എന്നായിരുന്നു. കോഗ്നിറ്റീവ് അസിസ്റ്റൻറ്റ് ദാറ്റ് ലേൺസ് ആൻഡ് ഓർഗനൈസസ് എന്നായിരുന്നു അതിൻ്റെ ഒരു ഫുൾ ഫോം. 20ഓളം യൂണിവേഴ്സിറ്റീസിനെ ഇതിനു വേണ്ടി അവർ കൊളാബറേറ്റ് ചെയ്തിരുന്നു. അതിൻ്റെ ലീഡായിട്ടാണ് അവർ ഈ സ്റ്റാൻഫോർഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിനെ നിർത്തിയത്. ആ സ്റ്റാൻഫോർഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് SRI എന്ന് പറയുന്ന ആ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് പിന്നെ വെഞ്ചർ ബാക്ക്ഡ് ആയിട്ടുള്ള ഒരു എൻറ്റിറ്റി ആയിട്ട് റീനെയിമായി സിറി എന്ന് പറയുന്ന ഒരു കമ്പനിയായി മാറുന്നത്. സെപ്പറേറ്റ് ഒരു കമ്പനിയായിട്ട് തന്നെ അവർ മാറുന്നത് ഈ 2007 ഐഫോൺ ലോഞ്ച് ആവുന്ന കണ്ടിട്ട് ഐഫോൺ പോലുള്ള സംഭവങ്ങളിലേക്ക് ഇത് ഇൻറ്റിഗ്രേറ്റ് ആയാൽ നല്ല ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്ന് മനസ്സിലാക്കി മാറണം. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്ന ഈ ടെക്നോളജിയോ ഇന്നോവേഷനോ ഉണ്ടാക്കിയത് ക്യാപിറ്റലിസ്റ്റുകളല്ല. ടെക്നോളജിയും ഇന്നോവേഷനും ഒക്കെ ഉണ്ടായത് ഈ പബ്ലിക്ലി ഫണ്ടഡ് ആയിട്ടുള്ള ആവശ്യങ്ങൾ, മിലിറ്ററിയോ അല്ലെങ്കിൽ പബ്ലിക് യൂണിവേഴ്സിറ്റീസിൽ നിന്നുള്ള ഗ്രേറ്റ് മൈൻഡ്സ് നടത്തിയ ഇന്നോവേഷൻസ് വഴിയാണ് സംഭവം ഉണ്ടായത്. 2007 2010 വരുന്ന ഒരു ടൈം പീരീഡിൽ സിറി എന്ന് പറയുന്ന ഈ കമ്പനിയെ ആപ്പിൾ അക്വയർ ചെയ്തു. മറ്റേ ഫിംഗർ വർക്ക്സിനെ അക്വയർ ചെയ്യുന്ന മാതിരി ഇവരെയും അക്വയർ ചെയ്ത് അവരുടെ ഭാഗമാക്കി നോക്കിയാണ്. എഗെയിൻ യു ക്യാൻ സീ ദിസ് സെയിം പാറ്റേൺ അഗെയിൻ. പബ്ലിക്ലി ഫണ്ടഡ് ആയിട്ടുള്ള ഏതെങ്കിലും എൻറ്റിറ്റി പബ്ലിക്ലി ഫണ്ടഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി റിസർച്ചേഴ്സിൻ്റെ സഹായത്തോടെ, അല്ലെങ്കിൽ ഇതിൽ പ്രൈവറ്റ് ആയിട്ടുള്ള ആളുകൾ ഒരു റോളും പ്ലേ ചെയ്യുന്നതല്ല പറയുന്നത്, പക്ഷേ യു ക്യാൻ സീ ദ മെയിൻ ബേസ് വർക്ക് ചെയ്യുന്നതെല്ലാം പബ്ലിക്ലി ഫണ്ടഡ് എൻറ്റിറ്റീസാണ്. ഈ കാലോ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടാക്കിയില്ലെങ്കിൽ സിറി എന്ന് പറയുന്ന ഒരു കമ്പനി ഉണ്ടാവില്ല. സിറി എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ടാകത്തില്ലെങ്കിൽ സിറി എന്ന് പറഞ്ഞൊരു പ്രൊഡക്റ്റ് ആപ്പിൾ അക്വയർ ചെയ്യാൻ പറ്റത്തില്ല. അക്വയർ ചെയ്ത് ഇവരുടെ ഇതിനകത്താക്കുന്നുണ്ട് എന്നല്ലാതെ ദി ആക്ച്വൽ കട്ടിംഗ് എഡ്ജ് റിസർച്ചും ടെക്നോളജിയും ഇന്നോവേഷൻസും നടത്തിയതൊന്നും ക്യാപിറ്റലിസ്റ്റ് എൻറ്റിറ്റീസ് അല്ല. നമ്മൾ ഈ സ്ക്രീനിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ LCD സ്ക്രീനുകളാണെങ്കിലും TFT സ്ക്രീനുകളാണെങ്കിലും ഇതിൻ്റെ എല്ലാം ടെക്നോളജിയും റിസർച്ചും ഇന്നോവേഷനും ഒക്കെ പോയാലും നിങ്ങൾക്ക് സിമിലർ ഒരു കഥ കാണാൻ പറ്റും. ഏതെങ്കിലും ഒരു പബ്ലിക് ഫണ്ടഡ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുക, അത് മിലിറ്ററിയുടെ അതായിട്ടോ അല്ലെങ്കിൽ ഡിഫൻസിൻ്റെതായിട്ടോ അല്ലെങ്കിൽ എനർജി ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എനർജി ഇങ്ങനെയുള്ള പല ഇൻസ്റ്റിറ്റ്യൂട്ട്സിൻ്റെ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി അവരുണ്ടാക്കിയ ഒരു പ്രോജക്റ്റ് പിന്നീട് അത് കമേഴ്ഷ്യലൈസ് ആവുന്നതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഒരു കുട്ടീനെ വളർത്തി ചെലവും കൊടുത്ത് അതിനെ നർച്ചർ ചെയ്ത് അതിന് പറക്കാറാവുന്ന സമയം വരെ ഇവരാരും ഒന്നും വരത്തില്ല. പറക്കാറാവുന്ന സമയത്ത് നമ്മൾ പറക്കാൻ സഹായിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് എടുത്തുകൊണ്ട് പോകുന്ന ഒരു രീതി നമുക്ക് ഇതിൻ്റെ ചരിത്രത്തിൽ കാണാൻ പറ്റും. ഇനി ഐഫോൺ ആക്കുന്ന എന്താണ്, അല്ലെങ്കിൽ മൊബൈലാക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിഥിയം അയൺ ബാറ്ററീസാണ്. ലിഥിയം അയൺ ബാറ്ററീസിൻ്റെ റിസർച്ചിൻ്റെ പൈനിയർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജോൺ B. ഗുഡിനഫ് എന്ന് പറയുന്ന ഒരു റിസർച്ചറാണ്. പുള്ളിക്ക് എവിടെ നിന്നാണ് ഗ്രാൻഡ് കിട്ടിയിട്ടുള്ളത്? അമേരിക്കയുടെ തന്നെ നാഷണൽ സയൻസ് ഫൗണ്ടേഷൻ ആൻഡ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എനർജിയിൽ നിന്നാണ് ഈ വ്യക്തിക്കും ഫണ്ടിങ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ചുരുക്കി പറഞ്ഞ പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നോവേഷൻ എന്ന് പറയുന്നത് ക്യാപിറ്റലിസത്തിൻ്റെ ഒരു ബൈ പ്രൊഡക്റ്റാണ്, അല്ലെങ്കിൽ ഇന്നോവേഷൻ നടക്കുന്നത് ക്യാപിറ്റലിസത്തിലാണ് എന്നൊക്കെ പറയുന്നത് ഒരു തരം അബദ്ധവാദമാണ്. ഇന്ന് നമ്മൾ ഈ കാണുന്ന ഡിവൈസുകൾ നിങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിനകത്തുള്ള ഓരോ ടെക്നോളജിയും നിങ്ങളൊന്ന് ചികഞ്ഞു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഇന്നോവേറ്റ് ചെയ്യുന്ന ഭൂരിപക്ഷ സമയത്തും ഒന്നെങ്കിൽ ഒരു പബ്ലിക് എൻറ്റിറ്റിയാണ്, അല്ലെങ്കിൽ പബ്ലിക്ലി ഫണ്ടഡ് ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ്, അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ് പബ്ലിക് ഫണ്ടിൽ നിന്ന് പൈസ എടുത്ത് നർച്ചർ ചെയ്ത് ഹാർബർ ചെയ്ത് സ്മോൾ മാനുഫാക്ചറേഴ്സിന് ഗ്രാൻഡ് കൊടുത്ത് സബ്സിഡി കൊടുത്ത് ഉണ്ടാക്കിയെടുക്കുന്നതാണ്. പക്ഷെ ഇതൊക്കെ കഴിഞ്ഞിട്ടും ഏറ്റവും അവസാനം അവർ വന്ന് നിങ്ങളോടൊരു ചോദ്യം ചോദിക്കും, ക്യാപിറ്റലിസം ഇല്ലെങ്കിൽ ഐഫോൺ ഇല്ലെന്ന് നിനക്ക് അറിഞ്ഞൂടെ? ഈ ഐഫോൺ ഉപയോഗിച്ചുകൊണ്ട് നീ എന്തിനാണ് ക്യാപിറ്റലിസത്തെ വിമർശിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരു കൊഞ്ഞനെ കുത്തിക്കൊണ്ടിരിക്കും. അപ്പോൾ അവർക്ക് ഒരു മറുപടി ആയിട്ടാണ് ഈ വീഡിയോ ചെയ്തത്. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഐഫോണിൻ്റെ
ഭൂരിപക്ഷം സാധനങ്ങളുടെയും ഇന്നോവേഷൻ, കോർ ഇന്നോവേഷൻ എന്ന് പറഞ്ഞ് നടത്തിയിട്ടുള്ളത് പബ്ലിക് ഫണ്ടഡ് പൈസയിൽ നിന്നാണ്, പൊതുമുതലിൽ നിന്നാണ്. അതിനുശേഷം ഉണ്ടാകുന്ന പ്രോഡക്റ്റുകളെ കമേഴ്ഷ്യലൈസ് ചെയ്യുന്നത് കമേഴ്ഷ്യലൈസിൻ്റെ ഭാഗമാക്കിയിട്ട് ഉള്ള ചെറിയ ചെറിയ മാറ്റങ്ങൾ ആണ് ഈ ക്യാപിറ്റലിസ്റ്റ് എൻറ്റിറ്റീസ് ചെയ്യുന്നത്. അതും സബ്ജക്റ്റ് ടു പ്രോഫിറ്റ് മാത്രമാണ്. പ്രോഫിറ്റ് എന്ന് പറയുന്ന ഒന്ന് അവർ ആ റിസർച്ച് സ്റ്റോപ്പ് ചെയ്യും. സർക്കാരുകൾ അങ്ങനെയല്ല, അവർ എന്തെങ്കിലും തരത്തിലുള്ള ലിമിറ്റേഷൻസ് ടെക്നോളജിക്ക് ഉണ്ടെങ്കിൽ അത് ഫിക്സ് ചെയ്യുന്നിടം വരെ അവരതിൽ ഇൻവെസ്റ്റ് ചെയ്ത് അത് കമേഴ്ഷ്യൽ ലെവലിൽ പോകാൻ പറ്റുമെന്ന ഒരു സ്ഥിതി വരെ ആക്കിക്കൊണ്ട് വയ്ക്കും. എന്നിട്ട് പിന്നെ ഈ ക്യാപിറ്റലിസ്റ്റുകൾ വന്നിട്ട് അത് നിങ്ങൾക്ക് സെല്ല് ചെയ്യുന്നതാണ്.